ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സേഫ് ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി റീയൂസ് ഐഡിയ ആണ്. ഇതുപോലത്തെ ടൈഗർ ബാമിൻ്റെയോ അല്ലെങ്കിൽ അമൃതാജിൻ്റെയോ ഒക്കെ ബോട്ടിൽ ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ റീയൂസ് ചെയ്യാൻ പോകുന്നത്. ഇതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ബോട്ടിൽ ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി, കാരണം ഈ ഒരു ബോട്ടിലിൻ്റെ ഷേപ്പാണ്, കണ്ടില്ലേ, ഇങ്ങനൊരു ഷേപ്പാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ കോർണറിൽ നിന്നും ബാക്കി വിക്സിൻ്റെ അംശമുള്ളത് തുടച്ച് കളയാനായിട്ട് ഇത്തിരി പാടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നന്നായി ക്ലീൻ ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോട്ടിൽ ആവണമെന്നില്ല, ഈ ഷേപ്പിലുള്ള ഏതൊരു ബോട്ടിലും നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റിന് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ബോട്ടിലും ബോട്ടിൽ ക്യാപ്പും ഈ ഒരു ക്രാഫ്റ്റിന് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടിൽ ക്യാപ്പ് ഈ ഒരു രീതിയിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കാം. ഞാനിവിടെ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അടുത്തത് ഈ ബോട്ടിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഒരുപാട് ബോട്ടിൽ ആർട്സും ബോട്ടിൽ ക്രാഫ്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഹാർട്ട് ഷേപ്പിൽ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ റെഡ് ആക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ പെയിൻറ് ചെയ്ത് കൊടുക്കാം. മുകളിലേക്ക് നമ്മൾ റെഡ് കളർ കൊടുക്കുന്നില്ല, ഇത്രയും ഭാഗത്താണ് റെഡ് കളർ കൊടുക്കുന്നത്. പെയിന്റ് ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ പേപ്പർ ഒട്ടിച്ചതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പതുക്കെ ഒന്ന് അടർത്തി മാറ്റാം. പേപ്പർ എടുത്ത് മാറ്റുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണേ. ഓക്കെ, ഇനി ഈ ഭാഗം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഫില്ല് ചെയ്യാം. ഞാനിവിടെ ഫെവിക്രിലിൻ്റെ 3D ഔട്ട്ലൈനർ എടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളറാണ് അത്. ഈ ഒരു ഷേപ്പിൽ, ഹാർട്ട് ഷേപ്പിൽ നമ്മളവിടെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. കറക്റ്റ് ആ ഗോൾഡൻ കളറിൽ കിട്ടും നമുക്ക്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ത്രെഡ് ചുറ്റിയെടുക്കാം. നല്ല ഭംഗിയിൽ ചുറ്റണമെന്നൊന്നുമില്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ ചുറ്റിയെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ത്രെഡ് എല്ലാം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരുവിധം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ആ 3D ഔട്ട്ലൈനറൊക്കെ ഉണങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ ബ്ലാക്ക് കളർ പെയിൻ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ഭാഗത്ത് നമ്മളൊരു ആൻറ്റിക് ലുക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് മൊത്തത്തിൽ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഗോൾഡൻ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ആൻറ്റിക് ലുക്ക് വരും. പെയിൻ്റ് എല്ലാം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഗോൾഡൻ കളർ അല്പം നമ്മുടെ വിരൽ മുഴുവൻ ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രാഫ്റ്റ് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. എനിക്കിപ്പോൾ തോന്നുന്നു നമ്മൾ കംപ്ലീറ്റ് ആ ഒരു ആൻറ്റിക് ലുക്കിലാണ് ഈ ബോട്ടിൽ ചെയ്തെങ്കിൽ ഒന്നും കൂടി ഭംഗിയായേനെ. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളൊരു ക്യാൻഡിൽ ഹോൾഡറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഒരു ക്യാൻഡിൽ ഹോൾഡർ അല്ലെങ്കിൽ ഒരു ടീ ലൈറ്റ് ഹോൾഡർ എന്നൊക്കെ പറയാം. ഇതുപോലത്തെ ക്യാൻഡിൽ ലൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ ക്യാൻഡിൽസ് ഉണ്ടാവല്ലോ അതും നമുക്ക് വെക്കാനായിട്ട് യൂസ് ചെയ്യാം. ഒരു ക്യാൻഡിൽ സ്റ്റാൻഡ് പോലെ യൂസ് ചെയ്യാം. എന്തായാലും ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്. ഇപ്പോൾ ക്രിസ്മസിന് മാത്രമല്ല എന്തൊരു ഒക്കേഷൻസിലായാലും നമ്മുടെ ടേബിളും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ്. ഈ ക്യാൻഡിൽ വെച്ച് നോക്കിയപ്പോഴാണ് കൂടുതൽ ഭംഗി ആൻറ്റിക് ലുക്ക് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. ഫുള്ളും ഒരു ആൻറ്റിക് ലുക്ക് ആയിരുന്നെങ്കിൽ ഒന്നും കൂടി കിഡു ലുക്ക് ആയേനെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആയിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.